പ്രസിഡന്റ് ശ്രീ പി എൻ സുഖദേവൻ, സ്കൂൾ മാനേജറും സാമൂഹിക വിശിഷ്ടാതിഥികൾ കിടതക തത്തിത്തങ്കിട കിടതക തരികിട തിത്തങ്കിട കിടതക തരികിട തത്തിത്തങ്കിട കിടതക തരികിട താൻ കിടതക തരികിടതക താൻ കിടതക തരികിടതക തകതരികിടതക താൻ കിടതക തരികിടതക താൻ കിടതക തരികിടതക തകതരികിടതക താൻ കിടതക തരികിടതക താൻ കിടതക തരികിടതക തകതരികിടതക താൻ കരുണാമയനേ നേരി സുദനേ കവിയുഗനേ കർത്താവേ സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 40ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും ആരംഭിച്ചിരിക്കുകയാണ്. വന്നു ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളടക്കമുള്ള എല്ലാ മാന്യവ്യക്തികളെയും സദസ്സിനെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ദൗത്യം. ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. പഠനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള തൃശ്ശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രോസ് താഴത്തിനെയാണ്. ആൻഡ്രോസ് പിതാവിനെ പ്രത്യേക മുഖവരയില്ലാതെ തന്നെ കൂടിയായ PA ലാസർ മാസ്റ്ററെയാണ്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്ന് പറഞ്ഞ ഏത് വാക്കുകൾ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഒരുപക്ഷെ എൻ്റെ വാക്കുകളിൽ ഒതുക്കാൻ ഇടവന്നത് കൊണ്ട് തന്നെ അത്രയും മാത്രം വോള്യവും ഡെൻസിറ്റിയും ഉള്ള ഒരു വ്യക്തിത്വമാണ് ലാസർ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഏത് പ്രവർത്തനങ്ങൾ നോക്കിയാലും അദ്ദേഹം ഈ സ്ഥാപനത്തിൽ അറിയപ്പെടുന്ന ഒരു നല്ല അധ്യാപകൻ. ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൽ 78 അധ്യാപകനായി വന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ജോഗ്രഫി വാക്കുകൾ പോലും ഞാൻ ഇന്ന് ഓർക്കുന്നു. അത്രയും നല്ല അധ്യാപക പരിവേഷത്തോടു കൂടി യാത്ര പറയുന്ന ലാസർ മാസ്റ്റർ പൊതുപ്രവർത്തകൻ, കറകളഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ്. അതിനാൽ സ്വാഭാവികമായി തന്നിലേക്ക് വന്നു ചേർന്ന ചില സ്ഥാനമാനങ്ങളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ, ഗുരുവായൂർ കൗൺസിൽ മെമ്പർ, പാരിഷ് കൗൺസിൽ സെക്രട്ടറി. മാത്രമല്ല താൻ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങളെ കേരളത്തിൽ ഉടനീളം പ്രഖ്യാപിക്കുകയും അത് സത്യമാണെന്ന കാര്യം തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും ദൈവാനുഗ്രഹവും കൊടുത്തിട്ടുള്ള വ്യക്തിത്വം. ഒപ്പം സംഘടനാ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹമൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്നോ ഈ അധ്യാപന ജീവിതത്തിൽ നിന്നൊക്കെ പാറിപ്പോയാൽ അധ്യാപക യൂണിയനുകളുടെ നല്ല വിലപ്പെട്ട വ്യക്തിത്വങ്ങൾ അന്യം നിന്ന് പോകുമെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അധികം നീട്ടുന്നില്ല. 4 സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, 4 ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് പ്രത്യേക സാഹചര്യത്താൽ പ്രൊട്ടക്ഷനിലൊക്കെ പോയി സർവീസ് നടത്തുകയും ഗേൾസിലും ബോയ്സിലും ജോലി ചെയ്യുകയും 30 വർഷത്തിലധികം സർവീസ് നടത്തുകയും ചെയ്ത ലാസർ മാസ്റ്റർ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിലെ ഒരു പടുവൃക്ഷമായിരുന്നു. അതിൻ്റെ തണലിൽ നിന്ന് ഞങ്ങൾ സുഖമായിട്ട് നടക്കുകയായിരുന്നു. ആ വൃക്ഷം കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അനുഭവക്കുറവുള്ള ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഇടവരട്ടെ. ഞാൻ ഇത് പറയാൻ കാരണം അദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ
സ്ഥാപനത്തിലേക്ക്, പ്രത്യേകിച്ച് മറ്റം പ്രദേശത്തേക്ക് വന്നതെന്നും ജോലി കഴിഞ്ഞാൽ ഈ മറ്റം പ്രദേശത്തേക്ക് വരാതിരിക്കുകയും അരുത് എന്ന ഓർമ്മിപ്പിക്കലും കൂടി ഞാൻ ഈ സമയത്ത് നടത്തുകയാണ്. അനുഭവങ്ങൾ ഏറെയുള്ള ലാസർ മാസ്റ്ററെ സന്തോഷത്തോടെ ഈ കുടുംബാംഗങ്ങളോടൊപ്പം ഞാൻ ഈ ചടങ്ങിലേക്ക്, യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നന്ദി പറയാൻ PJ സൈജു മാസ്റ്റർ, ഹൈസ്കൂൾ റിപ്പോർട്ട് മാസ്റ്റർ ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കും. അധ്യക്ഷനും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമായ PN സുഖദേവൻ, ബഹുമാനപ്പെട്ട മാനേജറും ഇവിടുത്തെ വികാരിയുമായ നിരവധി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഇന്ന് ഔദ്യോഗികമായി ഈ സ്ഥാപനത്തോട് വിട പറയുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ E.T. ജോസഫ് മാസ്റ്റർ, ഫസ്റ്റ് അസിസ്റ്റന്റ് ലാസർ മാസ്റ്റർ, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപകൻ ജോസേരി, AEO കുന്നംകുളം ഉപജില്ല ശ്രീമതി വിജയലക്ഷ്മി, വാർഡ് മെമ്പർ ജാൻസി ഫ്രാൻസിസ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വൈദികരെ, സിസ്റ്റേഴ്സ്, അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 40ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും, അതോടൊപ്പം പ്രത്യേകമായി കഴിഞ്ഞ വളരെയേറെ വർഷങ്ങളായി ഈ സ്കൂളിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ഇവിടുത്തെ 2 അധ്യാപകരുടെ, പ്രത്യേകിച്ചും പ്രധാന അധ്യാപകരുടെ റിട്ടയർമെന്റ് കൂടി ഒന്നിച്ച് നാം ആചരിക്കുകയാണ്. ഇത്തരുണത്തിൽ എല്ലാ അധ്യാപക രക്ഷാകർത്താക്കൾക്ക്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന മാനേജ്മെന്റിനും മറ്റെല്ലാവർക്കും പ്രത്യേകമായ വിധത്തിൽ അനുമോദനങ്ങളും ആശംസകളും നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോസഫ് മാസ്റ്ററെ കുറിച്ചും ലാസർ മാസ്റ്ററെ കുറിച്ചും പ്രിൻസിപ്പൽ ഓസ്റ്റിൻ മാസ്റ്റർ വളരെ ചുരുക്കമായി പ്രതിപാദിക്കുകയുണ്ടായി. അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ, 2 പേരെ കുറിച്ചും പറഞ്ഞപ്പോൾ, പ്രത്യേകമായ വിധത്തിൽ അവർ അധ്യാപന രംഗത്തോട് നടത്തിയ പ്രതിബദ്ധത, അത് വ്യക്തമായൊരു ദർശനത്തോടെ, ആധ്യാത്മികതയോടെ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക എല്ലാ തരത്തിലുള്ള പ്രതിബദ്ധതയോടെ സമൂഹത്തിന്റെ, കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി വർത്തിച്ച ഒരു സമർപ്പണത്തിന്റെ വാക്കുകളാണ് ഓസ്റ്റിൻ മാസ്റ്ററിൽ ഞാൻ കേട്ടത്. ലാസർ മാസ്റ്ററേക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്. ജോസഫ് മാസ്റ്ററേയും കണ്ടിട്ടുണ്ട്, പക്ഷെ കൂടുതൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് അധികം ബന്ധപ്പെട്ടിട്ടില്ല. എങ്കിലും 2 പേരും സമൂഹത്തിന്, ഈ സ്കൂളിന്
സഭയ്ക്ക് ഒക്കെ നൽകിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സേവനങ്ങൾ ഓർക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു വ്യക്തമായ ദർശനമുണ്ട്. ആ ദർശനമില്ലാത്തവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് വേണ്ട തരത്തിലാവുകയുമില്ല. ഇവിടുത്തെ കുട്ടികളെ കാണുമ്പോൾ ഓസ്റ്റിൻ മാസ്റ്ററും വിദ്യാഭ്യാസ ലക്ഷ്യത്തെ കുറിച്ച് സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ അയവിറക്കാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്റെ ഈ സന്ദേശത്തിൽ കുട്ടികള് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ വിത്തിനെ പോലെയാണ്. ആ വിത്തിനെ അതിനെ വളർത്തി വലുതാക്കി അതിനെ വൃക്ഷമാക്കി ശാഖോപശാഖകളോടെ വളർത്തി അതിനേക്കാൾ അപ്പുറത്ത് വളരെയേറെ ഫലം ചൂടി നിൽക്കുന്ന ഒന്നാക്കി തീർക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഇവിടേക്ക് വരുമ്പോൾ അത് വളർന്ന് ആ കുഞ്ഞ് വലുതായി വളരെയേറെ സമൂഹത്തിന്, കുടുംബത്തിന്, രാഷ്ട്രത്തിനൊക്കെ സേവനം ചെയ്യുന്ന, ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളാക്കി രൂപപ്പെടുത്തലാണ് ഓരോ വിദ്യാലയത്തിന്റെയും ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ 4 വാക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷിലുള്ള 4 വാക്കുകൾ, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് പലയിടങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണത്. വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം ഇൻഫോർമേഷൻ കൊടുക്കലാണ്. ഈ 4 വാക്കുകൾ എങ്ങനെയാണ്? ഇൻഫോർമേഷൻ, ഫോർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ, പെർഫോർമേഷൻ. കുട്ടികളുടെ മനസ്സിലേക്ക് ഇൻഫോർമേഷൻ, അറിവ് കൊടുക്കല് വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യമാണ്. സ്കൂളിനേക്കാൾ അധികമായി ഇന്ന് പത്രമാധ്യമങ്ങള്, ഇന്റർനെറ്റ്, മറ്റുള്ളവർക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് അറിവ് കൊടുക്കുന്നു. പലപ്പോഴും അവരെ സ്വാധീനിക്കുന്ന അറിവുകള് പണ്ട് മാതാപിതാക്കളായിരുന്നെങ്കിൽ, പിന്നീട് ഗുരുമുതലായി മാറിയെങ്കിൽ, പിന്നീട് അത് മാധ്യമങ്ങളായി മാറിയെങ്കിൽ, ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന അറിവുകൾ പിയർ ഗ്രൂപ്പ്. ഇതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അവരുടെ ഒപ്പമുള്ള കൂട്ടുകാരാണ് ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത്. അത് പലപ്പോഴും നന്മയ്ക്കാവുന്നില്ല എന്നുള്ളൊരു പരിഭവവും വിദഗ്ധരുടെ ഇടയിലുണ്ട്. ചിലപ്പോൾ മുന്തിരിച്ചെടിയെ കുറിച്ച് പറയുന്ന പോലെ അത് പോകും, വലുതാകും, പന പോലെ വളരുന്നു, ഒരു ഉപകാരമില്ലാതെ നിൽക്കുന്നു കാണുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തിയെരിക്കലും രൂപപ്പെടുത്തലും ഫോർമേഷൻ കൊടുക്കലൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമാണ്. പലപ്പോഴും ഈ മേഖലയിൽ വേണ്ടപ്പെട്ടവർ വേണ്ട തരത്തിൽ ചെയ്യാതെ പോകുന്നത് പരിശീലനത്തിന്റെ പരാജയത്തിന് കാരണമാകുന്നു എന്നതിനെ കുറിച്ചും സംശയം വരണം എന്നുള്ളതാണ്. നിങ്ങൾ ഇവരുടെ മുഖത്തേക്ക് നോക്കി 55 വയസ്സായോ ശരിക്കും? ഇല്ലാന്ന് കുട്ടികൾ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജോസഫ് മാസ്റ്റർ, ലാസർ മാസ്റ്റർ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ അയ്യോ ഇരിക്കുന്നുണ്ട്, 55 വയസ്സായ സർക്കാർ നിയമം അനുസരിച്ച് ഇനി പോകാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെയല്ലേ പറയാ. അത് ആളെ കണ്ടിട്ട് 25 പോലും ആയിട്ടില്ല. അപ്പോ ഇനി പറയാനുള്ളത് 2 മാസ്റ്റർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങള് റിട്ടയർ ചെയ്യരുത് എന്ന്. ടയർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഓടാനുള്ള ടയറിങ്, ഒന്നുകൂടി റീചാർജിങ്, റീ എൻഫോഴ്സിങ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റിട്ടയർ ചെയ്യല്ല ചെയ്യുന്നത്. ഇനി ഓടാൻ കുറെ കൂടി ശക്തമായി പ്രവർത്തിക്കാൻ, സമയത്തോട് പ്രവർത്തിക്കാൻ, സേവനം ചെയ്യാൻ, വിശ്രമം സേവനത്തിനെന്ന നിലയില് ഈ സ്കൂളിനും ഈ നാടിനും ജനത്തിനും വേണ്ടി ശക്തമായി പ്രവർത്തിക്കാൻ ഒരു കുറച്ചുകൂടി റീചാർജ് ചെയ്ത് ഇതാ പുറത്തേക്ക് കടക്കാൻ പോകും. അതുകൊണ്ട് നിങ്ങൾ റിട്ടയർ ചെയ്യരുത്. സർക്കാരിന്റെ ആ രേഖയിൽ റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ജീവിതത്തിലാകരുത്. ഇനി കൂടുതൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ശക്തി കിട്ടട്ടെ എന്നുള്ളതാണ് എന്റെ ആശംസ. അതുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഈ 2 മാസ്റ്റർമാർക്കും കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ, ഇനി 55 എന്നുള്ളത് ഒരു 45 കൊല്ലം മിനിമം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഈ 2 അധ്യാപകർക്ക് വലിയ നന്ദിയോടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. കുട്ടികൾ കയ്യടി കേട്ടപ്പോ എനിക്കൊരു തോന്നല്, നിങ്ങൾ കയ്യടിക്കുന്നത് കേൾക്കുമ്പോ എനിക്കൊരു ഹരമാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ കയ്യടിച്ചിട്ട് കാര്യമില്ല. ഈ കുട്ടികളെ, നിങ്ങൾ ഈ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലത്തെ പ്രോഡക്ട്സ്, അവിടുത്തെ സ്റ്റുഡൻസ് ആണെന്നതിൽ അഭിമാനിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ
എങ്കിൽ ഇവിടുത്തെ സമരത്തിന്റെ തല്ലിന്റെ ഇവിടെ പഠിക്കാതിരുന്നതിന്റെ ഓടിക്കൂടിയതിന്റെ അതിന്റെ പേരിലൊന്നല്ലല്ലോ. ഈ സ്കൂളിൽ പഠിച്ചത് വഴി ഇവിടുത്തെ നല്ല അധ്യാപകരുടെ നല്ല മാനേജ്മെന്റിന്റെ ഒക്കെ കീഴില് ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചതിന്റെ പേരില് ഞങ്ങളിതാ നിങ്ങളുടെ കുറച്ചു പേര് മിടുക്ക നീ എവിടെയാ പഠിച്ചേ? നിങ്ങൾ ഒരു 15 ഇപ്പൊ കൈയടിക്കണമെന്നില്ല, ഇപ്പൊ കൈയടിച്ചോ. പക്ഷെ 15 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളിലാണ് പഠിച്ച്. അവിടുത്തെ അധ്യാപകർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ചില നിർദ്ദേശങ്ങള്, ചില ആശയങ്ങള്, ചില രൂപീകരണങ്ങള്, പരിശീലനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയ്ക്ക് വളർന്നത്, ഞങ്ങൾ ഈ നിലയിലെത്തിയത്. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് നല്ലവരാണെന്ന് പറയുന്നത് മൂല്യബോധമുള്ള ഒരു തലമുറയായിട്ട് നിങ്ങൾ വളർന്നു വന്നതിനെ കുറിച്ച് നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും അടുത്തുള്ള തലമുറയും മറ്റുള്ളവരൊക്കെ നിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയും നന്നാകാൻ കാരണം എന്താ? സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ പരിശീലനം നിങ്ങൾക്ക് നന്നായി അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അധ്യാപകരോട് സ്നേഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മൂല്യബോധമുള്ള തലമുറയായി വളർന്നു വരുമെന്നുള്ള പ്രതിജ്ഞയോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ നിന്നും പുറത്തേക്ക് കടന്ന് നല്ലവരായി തീരാൻ പ്രതിജ്ഞയുണ്ട് എങ്കിൽ നിങ്ങൾ ഈ 2 മാസ്റ്റർമാരെ കുറിച്ച് നോക്കിയിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവർ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററാ, ഞങ്ങളുടെ ഫസ്റ്റ് അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററാണ്, ഞങ്ങളുടെ നല്ല അധ്യാപകരാണ്, സ്നേഹമുണ്ടെങ്കിൽ മൂല്യബോധമുള്ള തലമുറയാണ് എങ്കിൽ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രതിജ്ഞ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കി കയ്യടിയോടെ നിങ്ങളുടെ പ്രതികരണം ഒന്ന് കൊടുക്കാൻ പറ്റുമോ? ജോസഫ് മാസ്റ്റർ കേട്ടോ? ഞാനിവിടെ കേട്ടില്ല. കേട്ടോ മാഷേ? ശരിക്കും കേട്ടില്ല. ഇവിടെ ഉള്ളവരൊന്നും കേൾക്കണില്ല. നന്നായിട്ട് നിങ്ങൾ ചിരിച്ചാലേ അവര് നിർത്തുള്ളൂ. ഈ കയ്യടിയാണ് ജോസഫ് മാസ്റ്ററെ, ലാസർ മാസ്റ്ററെ, ഈ സമൂഹം, ഈ കുട്ടികള്, ഈ മക്കള് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ഈ സമ്മാനം നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ ഉടനെ പോകുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കുമല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ ഉടനെ